പാൽപ്പള്ളി GLPSലെ കുരുന്നുകൾക്ക് റോബോട്ടിക്സ് വിസ്മയ കാഴ്ച ഒരുക്കാനായി അമൃത സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ് തീരുമാനിച്ചു. റോബോട്ടിക്സ് എന്ന സാങ്കേതിക വിദ്യ കുഞ്ഞുങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പാകത്തിൽ എങ്ങനെയാവണം എന്ന ചിന്ത ഞങ്ങളെ എത്തിച്ചത് ഒരു കഥാ ആവിഷ്കാരത്തിൽ ആയിരുന്നു. അതിനായി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചില ജീവികളെ ഉൾപ്പെടുത്തി രസകരമായ ഒരു ചെറുകഥ സൃഷ്ടിച്ചു. കഥാപാത്രങ്ങളെ കാർട്ടൂൺ രൂപത്തിൽ നിർമ്മിച്ചു. കൂട്ടത്തിൽ കുട്ടികളും കഥാപാത്രങ്ങളായി വരത്തക്ക രീതിയിൽ കഥ ആസൂത്രണം ചെയ്തു. ആർഡിനോയും മറ്റ് സെൻസേഴ്സും ഉപയോഗപ്പെടുത്തി അതിനുള്ള അരങ്ങ് തയ്യാറാക്കി. HM ഞങ്ങളെ സ്വീകരിച്ച് ക്ലാസ്സിലേക്ക് ആനയിച്ചു. അമൃത സ്കൂളിൽ വന്ന ചേട്ടന്മാരാണ്. അമൃത സ്കൂളിലെ ടീച്ചേഴ്സുമാണ്. നിങ്ങളുടെ ഈ സ്കൂളിലെ ഏറ്റവും മുതിർന്ന കുട്ടിയാണ്, അതായത് 4ാം ക്ലാസ്സിലെ മക്കൾ അല്ലേ? അപ്പൊ നിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നതിനാണ് ഇവിടെ വന്നത്. നമ്മൾ കുറച്ച് രസകരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും കേൾക്കാൻ റെഡിയാണോ? ഒന്നും അറിഞ്ഞൂടല്ലേ? അപ്പം ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, എന്തിനാണെന്ന് അറിഞ്ഞൂടല്ലേ? അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പുതിയതായിട്ടൊന്നും അറിഞ്ഞാലോ, നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം രസകരമായിട്ടുള്ള കാര്യത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് ഈ കഥ കേൾക്കുന്നതിനെ കാട്ടി കഥ കാണുന്നതിന് നല്ല ഇഷ്ടം. കേൾക്കേ കാണുന്നില്ല. എന്തിനാണ് ഇത്? ഇതാരാണ്? വവ്വാൽ. വവ്വാൽ എവിടെയാണ്? വവ്വാൽ എപ്പോഴാണ് രാവിലെ എവിടെയായിരിക്കും വവ്വാല്? എന്തിനാണിത്? അപ്പം കഥ തുടങ്ങണം. ഈ കഥ എന്തിനെ പറ്റിയാണെന്ന് അറിയണ്ടേ? ഈ കഥയെന്ന് പറയുന്നത് അപ്പൊ എന്തെങ്കിലും കഴിക്കണ്ടേ? അപ്പൊ ഇങ്ങനെ കഴിക്കാൻ ആർക്കും ഇവിടെ സഹായിക്കാൻ പറ്റും? കൈ നോക്കി ആദ്യം നോക്കിയാണ് ഞാൻ തിരികെ. കോഴിയുടെ ചോദ്യം. കോഴിക്ക് എന്തിനാണ് പ്രശ്നം? കോഴി പറയാണ് കോഴിക്ക് ഭയങ്കര വിശപ്പ്. കോഴി ആഹാരം കഴിച്ചിട്ട് ഒരു ദിവസം. അപ്പൊ കോഴി കഴിക്കാൻ എന്തെങ്കിലും വേണം. അവൻ പറയുന്ന അരി തന്നു. പക്ഷെ അരി അരി ഉണ്ടോ? വീട്ടിലുണ്ടോ? അവളുടെ വീട്ടിലുണ്ട്. അരി വേറെ എവിടെ നിന്ന് കിട്ടും? അവൻ പറയുന്നത് ഇവനൊരു കൂട്ടുകാരനുണ്ട്. അവന്റെ കൂട്ടുകാരന്റെ പേരാണ് ചിന്നൻ. ചിന്നൻ വവ്വാലാണ്. ചിന്നൻ വവ്വാലിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവൻ എവിടെ നിന്നെങ്കിലും കുറച്ച് അരി എടുത്ത് വരും. ആ ചിന്ന വവ്വാലിന്റെ അടുത്ത് പോകുമ്പോ ഇവ വേറെ കാര്യം കൂടി പറഞ്ഞു, വവ്വാലാണ് രാവിലെ എന്ത് ചെയ്യും? ഉറങ്ങിയായിരിക്കും. നമ്മളെ ഉറങ്ങിയുള്ളൂ. നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ആരെങ്കിലും നമ്മൾ എണീപ്പിച്ചാൽ നമുക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നും. അവൻ പറഞ്ഞിട്ടുണ്ട് ചിന്ന വവ്വാലിന്റെ അടുത്ത് അരിയാണ്, അവിടെ പോയി കാണണം അല്ലേ? ഇല്ലല്ലേ? ഇനി വവ്വാലിനോടൊന്ന് സംസാരിക്കാം. കുറച്ചുകൂടി ഉറക്കം വിളി. അത് കേട്ടില്ല. കുറച്ചുകൂടി അപ്പം ഇപ്പം ഈ ഗുഹയിൽ നിങ്ങൾ നോക്കണം. പേരടിക്കോ ഇല്ലേ? അടിക്കും. അപ്പോഴ് അങ്ങനെ അങ്ങനെയല്ല. രണ്ടോ? അയ്യോ മാജിക്കാണ്. കത്തിയാ ഉണ്ടോ? അപ്പൊ നമുക്ക് പറയാൻ ഒന്നുകൂടി ഒന്ന് ഇട്ട് മാറ്റി നമുക്കൊന്ന് വെട്ടമാക്കാൻ പറയാം. അപ്പൊ നിങ്ങൾ കിരി കാണുന്നതാണ്. ഓക്കെ, കിരി ഉണ്ടോ? ഇപ്പൊ കിരി കാണുന്നോ? കാണുന്നില്ലല്ലേ?
വെട്ടം വന്നാലല്ലേ കാണാൻ ഒപ്പോ, നമുക്ക് ഇരുട്ടത്ത് കാണാൻ ഒപ്പോ? കാണുന്ന കഥയും കഥാപാത്രങ്ങളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. അതിൻ്റെ ദൃശ്യാനുഭവങ്ങൾ കുഞ്ഞുങ്ങൾ കൂടി കഥാപാത്രങ്ങളായത് വളരെ കൗതുകമുണർത്തി. തുടർന്ന് കഥയുടെ തുടർച്ചയായി അവർക്ക് മധുരം നൽകി. കാണാൻ പറ്റുന്നില്ലേ? എന്താ ഒരു തിന്നുന്നുണ്ടോ അരി? ഇതാ കൂട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇവിടെ ലൈറ്റ് ഇരിക്കുന്നുണ്ടോ? ലൈറ്റ് കത്തിയുണ്ടോ? ഇപ്പൊ ഇരുട്ടായപ്പോ ഇവിടെ വേറൊരു സന്തോഷിക്കുന്നുണ്ടോ? എല്ലാം വെച്ചിട്ടാണ്. വളരെ താല്പര്യത്തോടെ കഥാപാത്രങ്ങളായ കൊക്കൻ കോഴിയോടും ചിന്നൻ വവ്വാലിനോടും മിന്നു മിന്നാമിനുങ്ങിനോടും കുട്ടികൾ കൗശലം പറയുന്നതും കഥാപാത്രങ്ങൾ അവരിലൊരാളായി മാറുന്നതും മനസ്സ് നിറയ്ക്കുന്ന അനുഭവമായിരുന്നു. ഇവര് ഭയങ്കര സന്തോഷമായി. അപ്പം സന്തോഷം കണ്ട This is amazing. And കുട്ടികളെ കൊണ്ട് തന്നെ വിശ്വാവിഷ്കാരം ക്രോഡീകരിച്ചു. അതിലുപയോഗിച്ച് ഇലക്ട്രോണിക്സ് ഘടകങ്ങളെയും കണക്ഷനെയും കുറിച്ച് വളരെ ലഘുവായി വിശദീകരിച്ചു. പ്രൊജക്ടറിന്റെ സഹായത്തോടെ റോബോട്ടിക്സുമായി ബന്ധപ്പെടുന്ന കൗതുകമായ വീഡിയോ പ്രദർശിപ്പിച്ചു. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക് അതുപോലെ റോബോട്ടിലൊക്കെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലായി. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതുപോലെ റോബോട്ടായിട്ടുള്ള സോഫിയേനെയും അതുപോലെ മറ്റ് റോബോട്ടുകളെ പരിചയപ്പെടാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു. ഒരു ഫണ്ണി ക്ലാസ് ആയിരുന്നു. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ചേട്ടന്മാരും നല്ല ഫണ്ണിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്തു. റോബോട്ടിക്സിന്റെ ക്ലാസ് ആണ് അവർ എടുത്തത്. അപ്പൊ ഓരോ പ്രത്യേകതകളൂടെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ നമുക്കും വലുതാവും.
വാഗ്ദാനങ്ങൾക്ക് റോബോട്ടിക്സിനോട് കൗതുകവും താല്പര്യവും വളർത്താനും അവരുടെ സ്വപ്നങ്ങൾക്ക് തുടക്കമാകാനും ഒരു പരിധിവരെ സാധിച്ചു എന്ന ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ യാത്ര പറഞ്ഞു.